ഇന്ന് രാവിലെ കുറച്ച് പണികളുണ്ട് നമുക്കന്ന് ആശ്രമത്തിൽ പോയി വന്നപ്പോൾ അദ്വൈതാശ്രമത്തിൽ പോയിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വാൽമീകി കുന്നിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് വന്ന വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു നേഴ്സറി കയറണമെന്ന്. എന്തിനാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, വെറുതെ ഒരു നേഴ്സറി കയറണമെന്ന് മാത്രം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ കയറിയപ്പോൾ പിന്നെ അവിടെ പലതരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു. പിന്നെ ഓർക്കിഡ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ചെടികളുള്ള നേഴ്സറി ആയിരുന്നിട്ടത്. അവിടെ ഒരുവിധം വില കുറവാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ഒരു പ്ലാവിൻ്റെ തൈ മേടിച്ച്, പിന്നെ ഒരു മാവിൻ്റെ തൈയും വാങ്ങിച്ച്. അമ്മ കുറച്ച് വേറെ പൂവുണ്ടാവുന്ന ചെടികളാണ് വാങ്ങിച്ചത്. അമ്മ ജമന്തി അങ്ങനെയുള്ളതൊക്കെയാണ് വാങ്ങിച്ചത്. പ്ലാവ് മേടിച്ചത് വിയറ്റ്നാമേളി വാങ്ങിക്കണോ റെഡ് ജാക്ക് വാങ്ങിക്കണോ അങ്ങനെയൊക്കെ പല സംശയങ്ങളുണ്ടായിരുന്നു. 2-3 ടൈപ്പ് പ്ലാവുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ വിയറ്റ്നാമേളി ഇപ്പം നമ്മൾ പലതും കാണാറുണ്ട്, പൊക്കം വെച്ചിട്ട് അതിങ്ങനെ കൊമ്പൊടിഞ്ഞു പോകും എന്നൊക്കെ പറയണ നമ്മൾ കേൾക്കണ കാരണം പിന്നെ വിയറ്റ്നാമേളി മേടിക്കണം തീരുമാനിച്ച്. അപ്പോൾ റെഡ് ജാക്ക് എന്ന് പറഞ്ഞൊരു പ്ലാവിൻ്റെ തൈയാണ് വാങ്ങിച്ചേക്കണത്. അത് നമുക്ക് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് അറിയില്ല. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ മണ്ണിലാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോണത്. കാരണം നമ്മൾ ഡ്രമ്മിലൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പ്ലാനൊക്കെ പറഞ്ഞാൽ വാങ്ങിയത്. പക്ഷേ പിന്നെ നമ്മുടെ പ്ലാൻ മാറി. എന്ന് വെച്ചാൽ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം എന്തെങ്കിലും ഫലം ഉണ്ടാവണേന് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് ഇതിൻ്റെ ഫലം കണ്ടു വരുമ്പോൾ ചിലപ്പോൾ ഒരു കുഞ്ഞി ചിലപ്പോൾ കോവക്കടത്തിലേക്കുള്ള ചക്കയൊക്കെ ഇരിക്കുന്നുണ്ടായി വരാൻ പോകുന്നത്. അതന്നെ പിന്നെ ഞങ്ങളുടെ പ്ലാൻ മാറ്റി. എന്തായാലും നമ്മുടെ ഉള്ള മണ്ണിൽ തന്നെ വെക്കാമെന്ന് ഓർത്തു. അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ്. അതിന് കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഇന്നലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ആ റോബസ്റ്റ് ഉണ്ടായിരുന്ന കുഴിയിലാണിത് വെക്കണത്. ഇലക്കണ കല്ലിൻ്റെ അരികത്തൊരു റോബസ്റ്റ് വെച്ചിരുന്നല്ല. എന്ന് വെച്ചാൽ നമുക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആ വാഴക്കടക്ക നമുക്ക് വെക്കാം, അല്ലാണ്ട് നമുക്ക് വേറെ സ്ഥലമില്ല. നമുക്ക് അപ്പുറത്തെ പറമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ ഭയങ്കര വെള്ളക്കെട്ടാണ്. ഇങ്ങനെയുള്ള സംഗതികളൊന്നും അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ വെക്കാനെടുത്തിട്ട് ചേട്ടൻ നല്ല വൈകിട്ട് വന്നിട്ട് ഈ റോബസ്റ്റിൻ്റെ കൊലയൊക്കെ അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കുഴിയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ ചാണാനൊക്കെ ആക്കിയിട്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി ഇന്നലെ ചേട്ടൻ കുറച്ച് പണികളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ റോബസ്റ്റ് കൊലച്ചിട്ട് അതിൻ്റെ കടവൊന്നും വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് വന്നിട്ട് ആളതിൻ്റെ കടയൊക്കെ വെട്ടി അതിൻ്റെ വേരൊക്കെ മാറ്റിയിട്ടുണ്ട്. വേരൊക്കെ മാറ്റിയത് ഇങ്ങനെ ഒരു ഇതിലോട്ട് മാറ്റി വെച്ചാക്കിയാണ്. എന്നിട്ട് അതിൽ ഒന്നും കൂടി ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അതിൽ ചവറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ചാണകം ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഇനി കുറച്ചും കൂടി ചവറിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഇനി നടന്നത്. ഇനി എന്താണ് മണ്ണ് അടിവളം ചേർക്കണം. അപ്പോൾ ഇനി ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ ഈ വണ്ണം കൂടി കുറച്ച് ഇടുന്നുണ്ട്. എന്നിട്ട് അടിവളം അല്ലേ, എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കൊക്കെ ചേർത്ത് അതെ അത് അതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതല്ലാണ് അതിട്ട് കൊടുക്കുകയാണ്. ഇതാണ് പ്ലാവും തൈ. എൻ്റെ പേരുണ്ട് റെഡ് ജാക്ക് ഡെൻസൂര്യ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് എന്താണ് ഇതിൻ്റെ ഒന്നും അറിയില്ല കേട്ടോ. നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പം നഴ്സറിയിൽ അതിനോട് ചോദിച്ചപ്പോൾ ചുവന്ന ചോള ഉണ്ടാവണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ തൈയാണ് വാങ്ങിച്ചേക്കണം. എന്ന് വെച്ചാൽ വലുത് നമ്മൾ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. നമുക്കിത് പിടിക്കോ ഇല്ലേ, നമ്മുടെ മണ്ണിലിത് എന്താവുമോ എന്നറിയില്ല. അത് കാരണം നമ്മൾ ചെറിയത് ഇത്ര ഉള്ളി തൈ ഇതാണ് വാങ്ങിച്ച് വെച്ചേക്കണത്. ഇതിന് 150 രൂപ കേട്ടോ. നമ്മൾ 500-ടെയൊക്കെ ഉണ്ടായിരുന്നു വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം വലിയ മരം കൊണ്ടുവച്ചിട്ട് ഇനി നമുക്കത് വന്നിട്ട് ശരിയായില്ലെങ്കിലാന്ന് ഓർത്തേ ചെറുതാണ് കൊണ്ടുവച്ചത്. അപ്പോൾ അത് ചേട്ടൻ ഇതിൻ്റെ കവറ് പൊട്ടിച്ചെടുക്കണം കേട്ടോ. കാരണം ഭയങ്കര പ്രതീക്ഷയുണ്ട് നമുക്കല്ലേ. ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള ചക്ക ചേട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ്. അപ്പം വീട്ടിലൊരെണ്ണം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ വീട്ടിലുണ്ടാവണേനൊക്കെ നല്ല മധുരം എന്നൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാം വീഡിയോകളിലൊക്കെ. അതാണ് കൂടുതലും എനിക്ക് വാങ്ങിക്കാനൊരു ഇതുണ്ടായത്, പ്രേരണ ഉണ്ടായത്. പിന്നെ ഒരു ദിവസം റേഡിയോയിൽ ഇതുപോലെ ഡ്രമ്മിൽ വെക്കണ ഒരു ഇതുണ്ടായിരുന്നു കൃഷിയുടെ ഇതിലേ. അപ്പോൾ അതിലിങ്ങനെ ഒരാളിങ്ങനെ ഡ്രമ്മിലിങ്ങനെ വെച്ച് ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കണ കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം എനിക്ക് തോന്നിയിട്ടാണ്. പക്ഷേ നമുക്ക് ഡ്രമ്മിൽ വെക്കാനായിരുന്നു ഭയങ്കര പ്ലാന്.
പക്ഷെ ഡ്രമ്മിൽ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മറിച്ചിടണമെന്ന് തോന്നുന്നു. അതിന് ഇത്തിരി രക്ഷ നമ്മൾ കൊടുക്കണം, നമ്മൾ ഈ പൂച്ചെടികൾ ചെയ്യണ പോലെ അല്ലേ. പൂച്ചെടികളും നമ്മുടെ അങ്ങനെയൊക്കെ വെണ്ടയും പാവലൊക്കെ ചെയ്യണ പോലെ അതിന് സ്ഥിരമായിട്ട് അങ്ങനെ നിർത്താൻ പറ്റില്ല. സ്ഥിരമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും കിട്ടില്ല തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ മണ്ണിൽ വെക്കാനുള്ളൊരു പ്ലാനായിട്ട് ചെയ്തത്. ഇതിൻ്റെ കുറച്ച് അടിവശത്ത് കളയാൻ പറഞ്ഞായിരിക്കും. അടിവശത്തു നിന്ന് കുറച്ച് മണ്ണ് കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സറിക്കാർ. അങ്ങനെ അത് കളയും. പിടിച്ചാൽ മതിയായിരുന്നല്ലേ. ഇത് കവറെടുത്ത് മാറ്റിക്കളയണ്ട കേട്ടോ. ആ മണ്ണൊന്ന് പൊടിച്ചിടണോ അതിലോട്ട്, വേര് പോകൂല. അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലേ. അങ്ങനെ തന്നെ വെക്കണം. നമുക്കിത് പയ്യിളക്കണോ, അതൊന്നും പയ്യിളക്കണോ. മണ്ണ് വേര് പൊട്ടിപ്പോകോ? കുഴപ്പമില്ലല്ലേ. മണ്ണിട്ട് കൊടുക്കണം. അതിനെ നമ്മളൊന്നും ചെയ്യല്ല. ഇനി നമ്മൾ മറ്റേ ചെടികളൊക്കെ നടുമ്പോൾ മണ്ണൊക്കെ ഇളക്കി കളയുമല്ല, നേഴ്സറി മണ്ണൊക്കെ. ആ പണിയൊന്നും ചെയ്യണ്ട. ഇനി എങ്ങാനും പിടിച്ചില്ലെങ്കിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവും മഴ പെയ്യുമ്പോൾ. വെള്ളക്കെട്ടുണ്ടാവൂലെന്ന് പ്രതീക്ഷിക്കാമല്ലേ. വാഴക്കൊല വന്നിരുന്നതാണ്. വാഴക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2 വർഷം കൊണ്ട് കായ്ക്കുമെന്നും പറഞ്ഞാണ് തന്നത്. പിന്നെ നന്നായിട്ട് വളരണമെങ്കിൽ അതിനും മുന്നേ കായ്ക്കുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു പ്ലാവില്ല. അത് 2 വർഷം